ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/2024 ഫൈനൽ ആൻസർ ഒക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ സംവാദ് കൗമുദി. സംവാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ആൻസർ DK കാർവേ. DK കാർവേ. നെക്സ്റ്റ് വൺ, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ആൻസർ മറാത്തി ഭാഷ. മറാത്തി ഭാഷ. മറാത്തി ഭാഷ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? എത്ര തവണ ഭേദഗതി ചെയ്തു? ആൻസർ ഒരു തവണ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ആൻസർ NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ആൻസർ റഷ്യയിൽ നിന്നും. മൗലിക കടമകൾ റഷ്യയാണ്. മൗലിക കടമകൾ റഷ്യയാണ്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ആരാണ് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക് ഉണ്ട്, ലാല ലജ്പത് റായ് ഉണ്ട്, ചിത്തരഞ്ജൻ ദാസ് ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതിൽ അല്ലാത്തത് ആരാണ്? ആൻസർ ബാലഗംഗാധര തിലകാണ്. നെക്സ്റ്റ് വൺ, തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. തുലാംപത്ത് സമരം പുന്നപ്ര വയലാർ സമരം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? ഏതാണ് 1806 നടന്ന കലാപം? ആൻസർ വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം 1806. വെല്ലൂർ കലാപം 1806. നെക്സ്റ്റ് വൺ, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ കുമാരനാശാൻ. കുമാരനാശാൻ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? KM മുൻഷി. KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338B ആണ്. അനുച്ഛേദം 338B ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? 6-14 നിർബന്ധമായി വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നുള്ള അനുച്ഛേദം ഏതാണ്? ആൻസർ അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ വരുന്നത് വാർത്താവിനിമയം. യൂണിയൻ ലിസ്റ്റ് വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? അത് 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. പിന്നുള്ളത് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. അതുപോലെ ഒന്നും കൂടി ഇന്ത്യയുടെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഓപ്ഷൻ C ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നീതി ആയോഗ് അതിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ശരികൾ എന്ന് പറയുമ്പോഴപ്പോൾ തെറ്റായ പ്രസ്താവന ഇവിടെ വരുന്നത് ഓപ്ഷൻ D ആണ്.
ബാക്കി വരുന്നതൊക്കെ നീതി ആയോഗിനെ കുറിച്ച് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇതൊക്കെ വരാനുള്ളത്. 1. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ ശരിയായ സംഭവങ്ങളാണ്. ഇത് 3 ശരിയാണ് അല്ലേ? തെറ്റ്. നമ്മുടെ ഇവിടുത്തെ ആൻസർ പക്ഷേ 19ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു? നെക്സ്റ്റ് വൺ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചുള്ളതാണ്? അത് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചുള്ള സംഭവമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ മൈസൂർ. ഇനി 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? ആൻസർ ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കുടൽ തുറമുഖമാണ്? ആൻസർ വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ 3, 5. അതായത് ഏതൊക്കെയാണത്? ഗുജറാത്ത് ആൻഡ് മധ്യപ്രദേശ്. നമുക്ക് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്തവയാണ് ഗുജറാത്ത്, മധ്യപ്രദേശ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം പഠിച്ചു വയ്ക്കുക. ഉത്തരപർവ്വത മേഖല ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിം. ത്രിപുര, ഉത്തരാഖണ്ഡ്, സിക്കിമാണ് ഉത്തരപർവ്വത മേഖല. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവും ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഇവിടെ ബന്ധമില്ലാത്ത പ്രസ്താവന ഡൂൺ താഴ്വരകളാണ് ബന്ധമില്ലാത്തത്. അതായത് 1, ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണെന്ത്? ആരവല്ലി പർവ്വതനിര. ഇത് പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഒന്നുകൂടി, ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. 1 ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്, അതിലത് മൗണ്ട് അബു കാണുന്നുണ്ട്. അതിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണെന്ത്? ഗുരുശിഖർ. ഇത് 3 എന്തുമാണ്? ആരവല്ലിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. വടക്കൻ സിർക്കാസ് തീരമാണ് ഉൾപ്പെടാത്ത തീരസമതലം. അപ്പോൾ ഇന്ത്യൻ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമതലങ്ങൾ ഏതൊക്കെയായിരിക്കണം? കൊങ്കൺ തീരമുണ്ട്, മലബാർ തീരമുണ്ട്, ഗുജറാത്ത് തീരം. ഇത് 3 എന്താണ്? പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടുന്ന തീരസമതലങ്ങളാണ് കൊങ്കൺ, മലബാർ, ഗുജറാത്ത്. കൊങ്കൺ, മലബാർ, ഗുജറാത്ത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി ഏത് മാത്രമേ ഉള്ളൂ? ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ. ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ. നെക്സ്റ്റ് വൺ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ആൻസർ രാജസ്ഥാൻ. ഓപ്ഷൻ എ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. നെക്സ്റ്റ് വൺ, അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ആൻസർ UN സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറൽ. നെക്സ്റ്റ് വൺ, പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അത് തെറ്റായത് കണ്ടെത്തുക. ആൻസർ എന്താണ്? ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേലാണ് തെറ്റായത്. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, തെലങ്കാന രേവന്ത് റെഡ്ഡി, മധ്യപ്രദേശ് മോഹൻ യാദവ് എന്നിവയൊക്കെ ശരിയാണ്. അടുത്തത്, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ആൻസർ ഇറാനാണ്. ആൻസർ ഇറാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ആൻസർ 1ഉം 2ഉം. അതായത് കണ്ണൂർ ആൻഡ് കാസർഗോഡാണ് കർണാടക അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ജില്ല ഏതൊക്കെയാണ്?
കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ. കണ്ണൂർ, കാസർഗോഡ്. നെക്സ്റ്റ്, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 78. ഇതിൽ ചേരാത്തതാണ്. നെക്സ്റ്റ് വൺ, ചേരാത്ത ഭാഗം ഏതെന്ന് ചോദിച്ചാൽ നമുക്കെന്ന് പറയാൻ പറ്റുന്നുള്ളത് അഷ്ടമുടി കായലാണ്. നെക്സ്റ്റ്, പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധമില്ലാത്തത് ബി ആണ് അല്ലേ. പെരിയാർ എന്ന് പറയുമ്പോൾ ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പിന്നീടോ എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ആൻസർ വരുന്നത് ഷോളയാർ, പാലക്കാടാണ്. അടുത്തത്, തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആറളം. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. നെക്സ്റ്റ് വൺ, എത്ര തവണ ഈ തവണ മീൻസ് 24 അർജുന അവാർഡ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മലയാളി താരം ആരായിരുന്നു? അത് അത്ലറ്റ് അല്ലേ, എം ശ്രീശങ്കർ ആയിരുന്നു. അത്ലറ്റിക്സ് ആയിരുന്നു അദ്ദേഹം അല്ലേ, അത്ലറ്റായിരുന്നു ശ്രീശങ്കർ എന്ന് പറഞ്ഞ അദ്ദേഹം അത്ലറ്റായിരുന്നു. അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ശ്രീശങ്കറിന്. അദ്ദേഹം അത്ലറ്റിക്കാണ്, അത്ര ഓർത്തിരുന്നാൽ മതി. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. നെക്സ്റ്റ്, നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ വൈകുണ്ഠസ്വാമികൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ദഹനം സുഗമമാക്കാൻ വേണ്ടിയാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയുന്നത്. ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഇല്ലേ, നമ്മുടെ വായിൽ വെച്ച് തന്നെ അതിലുള്ള ഉമിനീര് രാസാഗ്നി ഉണ്ടല്ലോ, മാൾട്ടോസ്, അത് പ്രവർത്തനം കൊണ്ടാണ് മധുരമൊക്കെ തോന്നുന്നത്. അപ്പോൾ തന്നെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഇതാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുക. ലാക്റ്റിക് ആസിഡ് എവിടെയാണ്? പാലില്ലേ. സിട്രിക് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? നമ്മുടെ നാരങ്ങയൊക്കെ. അടുത്തത്, ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1 ഇല്ലേ, ആദിത്യൻ സൂര്യനല്ലേ, ആദിത്യ L1. അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? 69ാമത്തെ പുരസ്കാരം നേടിയത് ആരാണ്? അത് മറ്റാരുമല്ല, ആര് തന്നെയാണ്? അല്ലു അർജുൻ അല്ലേ, അല്ലു അർജുൻ. 69ാമത്തത് അല്ലു അർജുനാണ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വേദി ഏതായിരുന്നു ചോദിച്ചാൽ പാരീസാണ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തതയും സ്കർവിയും ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ചോദിച്ചാൽ എന്ത് പറയുന്നുണ്ട്? അപര്യാപ്ത രോഗങ്ങൾ അല്ലേ. എന്തിൻ്റെ അപര്യാപ്ത രോഗങ്ങളാണ്? വിറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങളുടെ അപര്യാപ്തത കൊണ്ട് അതിൻ്റെ ദൗർലഭ്യം കൊണ്ടാകുന്ന അസുഖമാണെന്ന് നിശാന്തതയും സ്കർവിയും അല്ലേ. നിശാന്തത നമുക്കറിയാം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, വിറ്റമിൻ എ കുറവ് കൊണ്ടാണ്. സ്കർവി എന്ന് പറയുമ്പം സീഡയാണെന്ന് ആലോചിക്കുക. ഇനി തന്നിരിക്കുന്നവയിൽ സങ്കരീനം നിലിനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയുന്നുണ്ട്? പവിത്രയും അന്നപൂർണയുമാണ് സങ്കരീനം നെല്ലിനങ്ങൾ. പവിത്രയും അന്നപൂർണയുമാണ്. നെക്സ്റ്റ് വൺ, ഉപയോഗിച്ച ശേഷം അലക്ഷ്യമ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ആൻസർ കാൽസ്യവും
ഫോസ്ഫറസുമാണ്. കാൽസ്യവും ഫോസ്ഫറസും. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ശരി ഉത്തരം. ഇനി തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്നവ ഏതൊക്കെയാണ്? ഏതൊക്കെ ജീവികളാണ്? ആൻസർ 2ഉം 3ഉം. അതായത് മലമുഴക്കി വേഴാമ്പലും അതുപോലെ എന്താണ് മലബാർ വെരുകുവാണ്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയാണ്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ചെറുധാന്യങ്ങൾ. നെക്സ്റ്റ് വൺ, ചില ലോഹങ്ങളും അവയുടെ അയിരുകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്തവ ജോഡി ഏതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ശരി? ജോഡി ശരിയല്ലാത്തവ ഏതാണ്? സിങ്ക് ഗലീൻ അല്ലേ, സിങ്ക് കലാമിൻ. നെക്സ്റ്റ് അതിൻ്റെ ശരി ഉത്തരങ്ങൾ നോക്കാം. അലൂമിനിയം ബോക്സൈറ്റ് നമുക്കറിയാം, ഇരുമ്പ് ഹെമറ്റൈറ്റ് നമുക്കറിയാം, കോപ്പർ കുപ്രൈറ്റും നമുക്കറിയാം അല്ലേ. ഇനി ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തിനെയൊക്കെയാണ്? 1, മാസിനെയും അതുപോലെ പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഗതികോർജ്ജം മാസിനെയും പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു. മാസിനെയും പ്രവേഗത്തെയും ആശ്രയിച്ചിരിക്കുന്നു. എന്ത് കണ്ടുപിടുത്ത ബന്ധപ്പെട്ടാണ് മൗംഗ്ലി, ബാവൻറ്റി, ലൂയിസ് സി ബ്രൂസ്, അലക്സി എക്കിമോവ് എന്നിവർക്ക് 2023 രസത്തിനുള്ള കെമിസ്ട്രിക്കുള്ള നൊബൽ സമ്മാനം ലഭിച്ചത്? എക്കിമോവ്, മാവൻറ്റി, ബ്രൂസും എക്കിമോവ് ഇവർക്ക് എന്തിനു വേണ്ടി കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ആൻസർ പറയാൻ പറ്റും? ക്വാണ്ടം ഡോട്ട്സ്. കെമിസ്ട്രിയിലെ ക്വാണ്ടം ഡോട്ട്സ്. ഇനി ശബ്ദതരംഗവും ബന്ധപ്പെട്ട് തനിക്ക് പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന അല്ല. ബാക്കി വരുന്ന 3 നോക്കാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ഇതെപ്പോഴും വരുന്നുണ്ടല്ലേ. സാധാരണഗതിയിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവർത്തിയിൽ ശബ്ദം കേൾക്കാൻ കഴിയും. ഇപ്പോൾ ചോദിക്കുന്നതിന് സംഭവമാണിത്. 20 to 20,000 ഹെർട്സ് ശബ്ദത്തിൻ്റെ സംഭവങ്ങൾ ആവർത്തില്ലേ. അത് ഓർമ്മയിൽ വെച്ചോളുക. ഇനിയുള്ളത് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ്? പ്രൊപ്പലൻ്റ് എന്ന് ചോദിച്ചാൽ നമുക്കെന്ന് പറയുന്നുണ്ട് ദ്രാവക ഹൈഡ്രജനും അതുപോലെ ദ്രാവക ഓക്സിജനുമാണ്. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. നെക്സ്റ്റ് വൺ, എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആണെങ്കിൽ ആ മൂലകത്തിൻ്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയുന്നുണ്ട്? 3 ആണ്. ഇനിയുള്ളത് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം അല്ലേ? ആൻസർ 1ഉം 4ഉം ആണ്. 1, ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഇനി ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ ആണ്. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? അതേതാണ്? 2ഉം 4ഉം. അതായത് എന്തൊക്കെയാണ് വരുന്നത്? മന്തും അതുപോലെ മലമ്പനിയുമാണ്. 2ഉം കൊതുകല്ലേ, കൊതുകിൻ്റെ ആണ്. കൊതുകാണ് എൻ്റെ മീഡിയേറ്ററായി വരുന്നത്. അത് സ്പ്രെഡ് ചെയ്യും, വ്യാപിപ്പിക്കുന്ന കൊതുകാണ്. മന്തിനെയും മലമ്പനിക്കും കാരണമാകുന്ന കൊതുക് നശിപ്പിക്കുമ്പോൾ അത് ഇല്ലാതാക്കാൻ സാധിക്കാം. നെക്സ്റ്റ് വൺ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവന ശരിയായവ ഏതൊക്കെയാണ്? നാരുകൾ എന്ന് പറയുമ്പോൾ അല്ലേ, ആൻസർ ഓപ്ഷൻ എ ആണ്. 1 ശരി, 3ഉം ശരിയാണ്. അതായത് 1ഉം 3ഉം ശരിയായവ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു ആഹാരമാണെന്ത്? ധാന്യകമാണെന്ന് നാരുകൾ എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സ്. ഇനിയുള്ള ഒന്നെന്താണ്? 3ാമത്തത് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. നാരുകൾ എന്ന് പറയുമ്പോൾ അത് ഈ 2 പ്രസ്താവന ശരിയാണ് അല്ലേ. അതായത് 1ാമത്തത് 3ഉം ശരിയാണ്. അതുപോലെ തന്നെ ഫൈബേഴ്സ് കഴിക്കുന്ന വഴി നമ്മുടെ വൻകുടലിൽ അല്ലേ, വൻകുടലിലുള്ള ഭക്ഷണ വേസ്റ്റ് ഉണ്ടല്ലോ, അത് വൻകുടലിലുള്ള സംഭവങ്ങൾ ചിലർ വെച്ച് ഭക്ഷണം ദഹനം പൂർത്തിയാക്കുന്നു. വേസ്റ്റുകൾ ഇതിലേ പോകുമ്പോൾ ഇങ്ങനെ ഇത് ആ വേസ്റ്റുകൾ കൊണ്ടുപോയി മനാശത്ത് എത്തിക്കാൻ ആര് സഹായിക്കണം? ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ അത് വേഗം അങ്ങ് സ്മൂത്തായി പോവുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ സ്റ്റക്കായിരിക്കും. അപ്പോൾ ഫൈബറിൻ്റെ പ്രത്യേകത ശരിക്കും നാര് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഇതിൻ്റെ ഗുണമുള്ളത്? ധാന്യത്തിൻ്റെ ഗുണം എന്താ ഉള്ളത്? നമ്മുടെ വൻകുടലിൽ കൂടിയുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണ വേസ്റ്റ് അല്ലേ, ദഹിച്ചു കഴിഞ്ഞ ഭക്ഷണം ഇതുവഴി ഈ വൻകുടലിൽ കൂടിയുള്ള യാത്ര, അതിൻ്റെ
സഞ്ചാരം സുഗമമാക്കാൻ സഹായിക്കുന്നവരാണ് ആര്? നാരുകൾ, ഫൈബേഴ്സ് എന്ന് പറയുന്ന ധാന്യകങ്ങൾ. അതാണ് എൻ്റെ പ്രവർത്തനം അതാണ്. ഫൈബറിൻ്റെ ഗുണം, നമ്മുടെ ബോഡിക്കുള്ള ഒരു ഗുണം അതാണ്. നെക്സ്റ്റ്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പാണ്. ഇനിയുള്ളത്, വാക്സിനുകളെ ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ, വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവെന്നാണ് ശരിയല്ലാത്തത്. നമുക്ക് പഠിക്കാം എന്തൊക്കെ വേണ്ടിയിട്ട്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിൻ ഇപ്പോൾ നിലവിലുണ്ട്. അടുത്തത്, വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഏതാണത്? കണ്ണാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ ജോഡി എന്താണ്? ഡയേറിയാണ്, ബാക്ടീരിയ അല്ലേ? ഇതാണ് ശരിയായ ജോഡി അല്ലേ? മലേറിയ നമുക്കറിയാം, പ്ലാസ്മോഡിയം വൈവാക്സ്. ക്ഷയത്തിൻ്റെ ട്യൂബർക്കിൾ ബാസിലസ് TB അതൊക്കെ അറിയാം. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉമാണ് ശരി. അതായത് 1, ഭക്ഷണശീലത്തിൽ നിന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവയാണ് കാരണം. 2ാമത്തെ, പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ച് വരുത്തുന്നു. അടുത്തത്, വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ്? വിറ്റാമിൻ C കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അടുത്തത്, കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ആൻസർ 1ഉം 4ഉമാണ് ശരി. 1ഉം 4ഉമാണ് ശരി. അടുത്ത, ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. അടുത്തിടെ ജീവൻ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരിയെന്ന് അറിയപ്പെടുന്നു? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, ആസാം. നെക്സ്റ്റ് വൺ, 2023 ഓഗസ്റ്റിൽ EG.5 എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്ര ആണ്. EG.5.1 എറിസ് എന്ന കോവിഡ് വകഭേദം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ജല ബജറ്റ് എവിടെയാണ്? കേരളമാണ്. ഓക്കെ, നെക്സ്റ്റ് മാത്സ് ആണ് ക്വസ്റ്റ്യൻസ്. Okay, thank you for watching. See you next